ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമുക്ക് യൂസർ ഒതൻറ്റിക്കേഷൻ്റെ അടുത്ത പാർട്ടാണ്, നമ്മളതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രജിസ്ട്രേഷനിൽ ഡാറ്റാസ് എത്തുന്നവരെ ചെയ്തു. ഇനി നമുക്ക് ഈ രജിസ്ട്രേഷനിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ നമുക്ക് സേവ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ഈ റൂട്ട്സിലാണ് ഇപ്പോൾ ഈ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കിനി ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മളത് കൺട്രോളറിലാണ് ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ MVC പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കിനി കൺട്രോളറിലാണ് ഈ ലോജിക്കൊക്കെ നമ്മൾ എഴുതാൻ പോകുന്നത്. സോ നമുക്കത് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ അതിനായിട്ട് യൂസർ കൺട്രോളർ, അഡ്മിൻ കൺട്രോളർ രണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ യൂസർ കൺട്രോളറിൽ നമുക്കിപ്പോൾ നമുക്ക് ഫങ്ഷണാലിറ്റീസ് എഴുതാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ യൂസർ മോഡൽ, അതായത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ സ്കീമ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, യൂസറുടെ നെയിം, ഇമെയിൽ, പാസ്വേഡ്, ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കേസൊക്കെയാണ് നമ്മളവിടെ സേവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മോങ്കോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മോങ്കോസ്. ഇപ്പോൾ യൂസർ സ്കീമ നമ്മൾ നെയിം, ഇമെയിൽ, പാസ്വേഡ്. സോ നമ്മൾ ഈ കേസിൽ നമ്മൾ ഈ നെയിം സേവ് ചെയ്യുന്നില്ല, ഇമെയിലും പാസ്വേഡുമാണ് സേവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇമെയിലും പാസ്വേഡും മാത്രം മതി. സോ അതെങ്ങനെ സേവ് ചെയ്യാം? അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് അപ്പുറത്ത് ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് ഈ സ്കീമ എക്സ്പോർട്ട് ചെയ്യാം. മൊഡ്യൂളോട്ട് എക്സ്പോർട്ട് മോങ്കോസ് മോഡൽ യൂസർ ആൻഡ് യൂസർ സ്കീമ. ഈ സ്കീമ ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി ഇതാണ് നമ്മൾ യൂസർ കൺട്രോളർ യൂസ് ചെയ്യാം. യൂസർ മോഡൽ, അപ്പോൾ നമുക്കത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യണം. നമുക്ക് രജിസ്റ്റർ ആണ്. ഓക്കെ, രജിസ്റ്റർ യൂസർ. സോ അതിനുവേണ്ടി രജിസ്റ്റർ യൂസർ എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മളതിനകത്ത് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതാം. ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇടാം. നമുക്ക് എന്തെങ്കിലും ഡാറ്റാബേസ് സേവ് ചെയ്യുന്ന സമയത്ത് എററോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അത് ക്യാച്ച് വേണ്ടിയിട്ട് ഇടാം. സോ നമുക്ക് ഇമെയിലും ബോഡിയിൽ നമുക്ക് ഇമെയിലും പാസ്വേഡും കിട്ടും. സോ അതിവിടെ സ്റ്റോർ ചെയ്യണം. ന്യൂ യൂസർ സ്കീമ. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും ആ മോഡലിന്. അതായത് യൂസർ സ്കീമ എന്നുള്ളതിന് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇമെയിൽ പാസ്വേഡ് എന്നിട്ട് ഈ ന്യൂ യൂസറിനെ നമ്മൾ സേവ് ചെയ്യും. ന്യൂ യൂസർ ഡോട്ട് സേവ് ചെയ്തെന്ന ഈ ഡാറ്റാബേസിൽ സേവ് ആവും. സോ രജിസ്റ്റർ എന്നുള്ളൊരു കോളിലോട്ട് ഡാറ്റാസ് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതായിരിക്കണം ചെയ്യുന്നത്. സോ കൺട്രോളർ നമ്മൾ റിക്വസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് ചെയ്യുന്നു. എന്നിട്ട് ഡാറ്റ സേവ് ചെയ്യാൻ റെസ്പോൺസ് കൊടുക്കണം. ഡോട്ട് റെൻഡർ യൂസർ/ലോഗിനിലോട്ട് തിരിച്ചുവിടാം. സോ യൂസറുടെ ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട്. യൂസറിലോട്ട് നമ്മൾ ലോഗിനിലോട്ട് തിരിച്ചിട്ട് യൂസറിനോട് ലോഗിൻ ചെയ്യാൻ പറയാം. സോ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് ആണെന്ന് കൂടെ നോക്കണം. ഇപ്പോൾ ഡാറ്റാബേസിൽ ഓൾറെഡി അങ്ങനെ ഒരു യൂസർ ഉണ്ടെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി അങ്ങനെ യൂസർ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ പേരിലൊരു യൂസറിനെ രജിസ്റ്റർ ചെയ്യാൻ പാടില്ലല്ലോ. ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയണ്ടേ. നമ്മൾ അങ്ങനെ ഒരു യൂസർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ യൂസർ നമ്മൾ ഒരു വേരിയബിളിലോട്ട് നമ്മൾ ഡാറ്റാബേസിൽ പോയിട്ട് ഫൈൻഡ് ചെയ്തിട്ട് യൂസർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേരിയബിൾ ആ യൂസറുടെ ഡാറ്റ കിട്ടും. നമ്മുടെ കേസിൽ ഇമെയിൽ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് വൺ മെത്തേഡ് വഴി നമ്മൾ എന്തെങ്കിലും ഡാറ്റാബേസിൽ നോക്കും. അപ്പോൾ യൂസർ ഉണ്ടെങ്കിൽ അതിലോട്ട് വരും. അങ്ങനെ യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറിൽ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ യൂസർ ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മെസ്സേജ് എന്നുണ്ട് ഒരു പാസ് ചെയ്യാം. റിട്ടേണിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി കോൾ ചെയ്തിട്ട്
രജിസ്റ്റർ പേജ് തന്നെ വീണ്ടും റൺ ചെയ്തിട്ട് അതിനൊരു മെസ്സേജ് പാസ് ചെയ്യാം, യൂസർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യും. ഇനി അങ്ങനെ അല്ലെങ്കിൽ മാത്രം നമ്മൾ ലോഗിൻ പേജിലോട്ട് വിടും. നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാം, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യാം. സോ നമുക്കിനി ഇതിൻ്റെ ഈ ഫംഗ്ഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. സോ ഇൻ രജിസ്റ്ററിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർവറിൽ നിന്ന് യൂസർ ഔട്ടിലോട്ട് കോൾ വരും. കുറഞ്ഞ രജിസ്റ്ററിൽ നമുക്ക് ഈ ഫംഗ്ഷന് കോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് യൂസർ കൺട്രോളർ രജിസ്റ്റർ ആണ് നമുക്ക് കോൾ ചെയ്യേണ്ടത്. നമ്മൾ യൂസർ കൺട്രോളറെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. രജിസ്റ്റർ യൂസറാണ്. സോ യൂസർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിലോട്ടാണ് മെസ്സേജ് കോൾ പോവുക. നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രോപ്പറായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു ഇമെയിൽ അടിക്കാം. സോ ലോഗിനിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ സക്സസ് ആയതുകൊണ്ട് നമ്മൾ ലോഗിനിലോട്ട് പോയിട്ടുണ്ട്. ഇൻ കേസ് രജിസ്റ്റർ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ സക്സസ്ഫുൾ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണം. സോ അതെങ്ങനെ നോക്കാം. നമുക്ക് ഈ ലോഗിൻ പേജിനകത്ത് സ്ക്രിപ്റ്റിൽ മെസ്സേജിലോട്ട് നമുക്ക് മെസ്സേജ് ട്രൂ ആണെങ്കിൽ നമുക്കൊരു സ്വാലായിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് രജിസ്റ്ററിലും ഈ സെയിം ഫങ്ഷനാലിറ്റി ചെയ്യാം. ഒരു മെസ്സേജ് നമ്മൾ അങ്ങോട്ട് വിടുന്ന മെസ്സേജ് ട്രൂ ആണെങ്കിൽ നമുക്ക് ലാലായിട്ട് കൊടുക്കണം. സോ രജിസ്റ്ററിൽ നമ്മൾ ഒന്നുകൂടെ കൊടുക്കുന്ന നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അലേർട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ, ആ സിൻടാക്സ് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് വേറെ ഒരു നമുക്കൊരു എലമെന്റ് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഫോമിനകത്ത് ഇതിൽ മെസ്സേജ് കൊടുക്കാം. നമുക്കൊരു ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യാം. മെസ്സേജ് എന്ന് കൊടുക്കാം. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമുക്ക് അലേർട്ട് കസ്റ്റമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ വാല്യൂ ആയിട്ട്
മെസ്സേജ് കൊടുക്കാം. ഇനി ആ മെസ്സേജ് ട്രൂ ആണെങ്കിൽ നമുക്ക് അലേർട്ട് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. നമുക്ക് മെസ്സേജ് എന്താണെന്ന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആ ഇമെയിൽ വെച്ചിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓൾറെഡി എക്സിസ്റ്റ് ഇമെയിലാണ്, എന്തായാലും അലേർട്ട് വരണം. യെസ്, യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ളൊരു അലേർട്ട് വരുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അലേർട്ട് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈലൊക്കെ സ്വാലിൽ പോയാൽ മാറ്റാം. അതുപോലെ അലേർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊടുക്കാം, ഇവിടെ ഒരു പി ടാഗിനകത്ത് കൊടുക്കാം. സോ അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾ ഇഷ്ടത്തിന് മാറ്റാം. സോ ഇപ്പോൾ നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളെ ലോഗിൻ പേജിലും സെറ്റ് ചെയ്യാം. ഓക്കെ, യൂസർ ഔട്ടിൽ രജിസ്റ്ററിൽ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് വരുന്നുണ്ടോ നോക്കാം. വേറൊരു ഇമെയിൽ ഐ ഡി വെച്ച് കൊടുക്കാം. gmail.com യെസ്, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള അലേർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ എക്സിസ്റ്റ് ആണെങ്കിൽ വാലിഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ലോഗിൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് മുന്നേ നമുക്ക് ഈ റൂട്ടിൽ നിന്ന് ഇത് രണ്ടും ഒഴിവാക്കാം. ഇവിടുന്ന് റെസ്പോൺസ് കൊടുക്കുന്ന ഒഴിവാക്കിയിട്ട് യൂസർ കൺട്രോളർ ഡോട്ട് ലോഡ് രജിസ്റ്റർ എന്നൊരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം, രജിസ്റ്ററിന് കോൾ ചെയ്യാം. അതുപോലെ തന്നെ ലോഗിൻ പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോഗിൻ എന്നും കൊടുക്കാം. ലോഡ് രജിസ്റ്റർ ലോഗിന് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ലോഡ് രജിസ്റ്റർ ലോഗിൻ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇനി ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലോഗിൻ ഫങ്ഷനാലിറ്റി ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് ലോഗിൻ സിങ്ക് ഫംഗ്ഷൻ ആവണം. നമുക്ക് ഡാറ്റാബേസ് ഫങ്ഷനാലിറ്റീസ് ചെയ്യുന്നുണ്ട്. എറർ വരാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് ഇടാം. സോ നമുക്ക് ഇത് ഓട്ടോ ജനറേറ്റഡ് കോഡാണ്. സോ അത് നോക്കണ്ട. ഇപ്പോൾ ലോഗിനിലോട്ട് വന്ന സമയത്ത് റിക്വസ്റ്റ് ബോഡിയിൽ നമ്മൾ ഇമെയിലും പാസ്വേഡ് എടുക്കുന്നു. എന്നിട്ട് യൂസർ സ്കീമിൽ അങ്ങനെ ഒരു ഇമെയിൽ ഉണ്ടോ ചെക്ക് ചെയ്യുന്നു. അവൻ ഇമെയിൽ ഇല്ലെങ്കിൽ നമ്മൾ ലോഗിൻ പേജിൽ അങ്ങനെ ഒരു യൂസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പാസ്വേഡ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്നു. എന്നിട്ട് ഇൻകറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറയുന്നു. അല്ലാത്ത ആണെങ്കിൽ നമ്മളതിനെ ലോഗിൻ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഹോമിലോട്ട് വിടുന്നു, /home പേജിലോട്ട് വിടും. സോ അതാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാസ്വേഡ് വേണമെങ്കിൽ എൻക്രിപ്ഷൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ബിക്രിപ്റ്റ് അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് ആയിട്ട് പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും.
സോ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ pcrypton ലൈബ്രറി എടുക്കണം. സോ അതും നമുക്കിതിൽ എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം.